നമസ്കാരം, ഞാൻ ബാബു പി എം, LIC ഓഫ് ഇന്ത്യയുടെ ഏജന്റായിട്ട് കോട്ടയം ബ്രാഞ്ച് 1-ൽ വർക്ക് ചെയ്യുന്നു. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ജീവൻ ഉത്സവ് എന്ന പ്ലാനിനെ കുറിച്ചാണ്. അതായത് കുട്ടികളുടെ സെഗ്മെന്റ്. കുട്ടികൾ ഈ പ്ലാൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു സെയിം പ്ലാനിന്റെ പ്രസന്റേഷൻ ഇട്ടിരുന്നു. അതായത് 52 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി ജീവൻ ഉത്സവ് 1 കോടിയുടെ പ്ലാൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആരെടുത്താലും ഏത് വയസ്സിലെടുത്താലും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളുടെ പേരിൽ നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഒരു പ്ലാനിൽ 0 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം പേയിങ് ടൈം 5 വർഷം മുതൽ 16 വർഷം വരെയുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഡിഫർമെന്റ് പീരീഡ് ഉണ്ട്. അത് 2 വർഷം മുതൽ 5 വർഷം വരെയാണ്. എടുക്കുന്ന വ്യക്തിയുടെ വയസ്സിനെയും അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന PPT പ്രീമിയം പേയിങ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2 വർഷമാണ്, 3 വർഷമാണ്, 4 വർഷമാണ്, 5 വർഷമാണ് ഡിഫർമെന്റ് പീരീഡ് എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കുട്ടികളുടെ പേരിൽ എടുക്കുമ്പോൾ സാധാരണയായിട്ട് കുട്ടികൾ ഇതിനകത്ത് ക്യാഷ് റിട്ടേൺ, പൈസ തിരികെ നമുക്ക് കിട്ടിത്തുടങ്ങുന്ന ആ മിനിമം ഏജ് എന്ന് പറയുന്നത് 18ാമത്തെ വയസ്സ് മുതലേ കിട്ടിത്തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പേര് എടുക്കുമ്പോൾ പ്രീമിയം പേയിങ് ടൈമും ഡിഫർമെന്റ് പീരീഡും ഒക്കെ അതനുസരിച്ച് ആയിരിക്കും ഉള്ളത്. 0 വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരിൽ 50 ലക്ഷത്തിൻ്റെ പ്ലാൻ എടുക്കുമ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന PPT പ്രീമിയം പേയിങ് ടൈം 16 വർഷമാണ്. ഡിഫർമെന്റ് പീരീഡിനകത്ത് 2 വർഷമാണ്. ഇൻകം സ്റ്റാർട്ട് ഇയർ, അതായത് 19ാമത്തെ പോളിസി ഇയർ തൊട്ട് ക്യാഷ് കിട്ടി തുടങ്ങുന്നതായിരിക്കും. ക്യാഷ് എന്താണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തിരിക്കുന്ന സം അഷ്യൂറിൻ്റെ പോളിസി ഇൻഷുറൻസ് കവറേജിൻ്റെ, അതായത് ഇതിനകത്ത് 50 ലക്ഷമാണ്. അപ്പോൾ അതിൻ്റെ 10% വെച്ച് എവറി ഇയർ കിട്ടുന്നതായിരിക്കും. ഇവിടെ 18ാമത്തെ വയസ്സ് തൊട്ടാണ് കിട്ടുന്നത്. 0 വയസ്സിൽ എടുക്കാൻ സാധിച്ചില്ല, 1ാമത്തെ വയസ്സിൽ എടുക്കുന്നു. 15 വർഷത്തെ PPT സെലക്ട് ചെയ്തിരിക്കുന്നു. 2 വർഷം ഡിഫർമെന്റ് പീരീഡ്. 18ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. 1ാമത്തെ വയസ്സിൽ എടുക്കാൻ സാധിച്ചില്ല, 2ാമത്തെ വയസ്സിൽ എടുക്കുന്നു. 14 വർഷത്തെ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യുന്നു. 15, 16 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ 18ാമത്തെ വർഷം തൊട്ട് ക്യാഷ് കിട്ടത്തില്ല, മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു 18ാമത്തെ വയസ്സ് തൊട്ട് ക്യാഷ് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ഒരു 14 വർഷം സെലക്ട് ചെയ്തിരിക്കുന്നത്. 2 വർഷത്തെ ഡിഫർമെന്റ് പീരീഡ്. 18ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടിത്തുടങ്ങുന്നു. അതായത് ഇതിനിവിടെ 5 ലക്ഷം രൂപ വെച്ചായിരിക്കും എവറി ഇയർ നമുക്ക് കിട്ടുന്നത്. 2ാമത്തെ വയസ്സിൽ എടുക്കാൻ സാധിച്ചില്ല, 3ാമത്തെ വയസ്സിൽ എടുക്കുന്നു. 13 വർഷത്തെ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യുന്നു. 2 വർഷത്തെ ഡിഫർമെന്റ് പീരീഡ്. 18ാമത്തെ വർഷം തൊട്ട് ക്യാഷ് കിട്ടുന്നു. ഇതൊന്ന് പോസ് ചെയ്തിട്ട് കണ്ടാൽ മാത്രം മതി. ഇങ്ങനെയൊരു പ്ലാനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കുറച്ചൊരു കൺഫ്യൂഷൻ മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ 8ാമത്തെ വയസ്സ് നോക്കിയാൽ റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ 8ാമത്തെ വയസ്സ് മുതൽ ഞാൻ പറഞ്ഞിട്ടില്ല, മിനിമം 5 വർഷം തൊട്ടാണ് പ്രീമിയം പേയിങ് ടൈം തുടങ്ങുന്നത്. 8ാമത്തെ വയസ്സ് മുതലാണ് ഈ 5 വർഷം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്തിരിക്കുന്നത് 8 വർഷമാണ്. കാരണം 5 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പ്രീമിയം കൂടും. 8 വർഷം ആകുമ്പോഴത്തേക്ക് കുറച്ച് പ്രീമിയം കുറഞ്ഞിരിക്കും. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് മുന്നോട്ടുള്ള സ്ലൈഡ്സിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ 2 വർഷത്തെ ഡിഫർമെന്റ് പീരീഡ്. ഇൻകം സ്റ്റാർട്ട് ഇയർ എന്ന് പറയുന്നത് 11ാമത്തെ വർഷം തൊട്ട് ഇൻകം സ്റ്റാർട്ട് ഇയർ ആണ്. എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ഇവിടെ കിട്ടുന്നത്? 18ാമത്തെ വയസ്സ് തൊട്ട് നമുക്കിവിടെ ക്യാഷ് കിട്ടി തുടങ്ങുന്നതായിരിക്കും. എക്സാക്ട്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, 18ാമത്തെ വർഷം തൊട്ടാണ് വയസ്സ് മുതലാണ് സാധാരണയായിട്ട് ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്നത്. നല്ല 19 കൂട്ടിക്കും, എന്തെങ്കിലും കോച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ 19, 20 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിത് ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് 18ആണ്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഡിഫറെൻ്റ് ഏജ്, അതായത് 9 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ പ്ലാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രീമിയം പേയിങ് ടൈമും ഡിഫർമെന്റ് പീരീഡുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം 5 വർഷത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് 8 വർഷത്തെയാണ്. വേണമെങ്കിൽ 6, 7, 8 ഒക്കെ എടുക്കാം. ഞാനിവിടെ കാണിച്ചെന്നല്ല, ഓർമ്മയായിട്ട് കാണിച്ചു എന്ന് മാത്രം. ഡിഫർമെന്റ് പീരീഡിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ 5 വർഷത്തെ PPT എടുക്കുമ്പോൾ 5 വർഷത്തെ ഡിഫർമെന്റ് പീരീഡാണ് സാധാരണയായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 8 വർഷത്തെ PPT ആണെങ്കിൽ 2 വർഷത്തെ ഡിഫർമെന്റ് പീരീഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇൻകം സ്റ്റാർട്ട് ഏജ് ആണ് ഈ ലാസ്റ്റ് കൊടുത്തിൽ കാണിച്ചിരിക്കുന്നത്. 19, 20, 21 അത്തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് കണ്ടാൽ മാത്രം അത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ബ്രീഫിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സെയിം ഏജ് 10 വയസ്സുള്ള ഒരു കുട്ടി 5 വർഷം തൊട്ട് 10 വർഷം വരെയുള്ള പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. വേണമെങ്കിൽ 16 വയസ്സ് വരെയുള്ളത് PPT നമുക്ക് കാണിക്കാൻ സാധിക്കും. പക്ഷേ അത് വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഏജിൽ
വ്യത്യസ്തപ്പെട്ട രീതിയിൽ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ലാസ്റ്റിൽ സ്ലൈഡിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഡിഫർമെൻറ്റ് പീരീഡ് നോക്ക്. PPT 5, 6, 7, 8, 9, 10. ഇവിടെ ഡിഫർമെൻറ്റ് പീരീഡ് 5, 4, 3, 2, 2, 2 അങ്ങനെ ആയി വരികയാണ്. ഇവിടെ ലാസ്റ്റ് ഇൻകം സ്റ്റാർട്ട് ഏജ് 20, 20, 20, 20, 21, 22. ഇത്തരത്തിലാണ് ഒരു എക്സ്ട്രാ നോളജ്. കാരണം കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻസ് പലതും മാറി കിട്ടുന്നത്. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 50 ലക്ഷത്തിൻ്റെ പ്ലാൻ ഉദാഹരണമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കുട്ടിയുടെ പേരിലാണ് എടുക്കുന്നത്, 0 പൈസയാണ്. അച്ഛനാണ് പ്രീമിയം കൊടുക്കുന്നത്, 30 വയസ്സുള്ള വ്യക്തി. ഇതിനകത്ത് ടൈം വരുന്നത് 100 വർഷത്തെ ടൈമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വരെ ജീവിച്ചിരിക്കുന്നു അന്ന് വരെ 5 ലക്ഷം വെച്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ബ്രോഷറിൽ ഒരു പ്രസൻറ്റേഷനിൽ കാണിക്കുന്നത് സാധാരണ 100 വർഷത്തെ ടൈമാണ് കാണിച്ചിരിക്കുന്നത്. 16 വർഷത്തെ PPT ആണ് കാണിച്ചിരിക്കുന്നത്, 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ്. 18ാമത്തെ വർഷം തൊട്ട് എവരി ഇയർ 5 ലക്ഷം കിട്ടുന്നു. പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കുട്ടികളുടെ പേരിൽ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരിക്കലും മറന്നു പോകരുത് PWB, പ്രീമിയം വേവർ ബെനിഫിറ്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു റൈഡർ ബെനിഫിറ്റാണ്. എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് നമ്മൾ അവൈൽ ചെയ്യുന്നതാണ്. പ്രീമിയം അടയ്ക്കുന്ന അച്ഛനോ അമ്മയോ ആരെങ്കിലും, അച്ഛനോ അല്ല അമ്മയായിരിക്കും, അവർക്ക് പ്രീമിയം അടയ്ക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും കാരണവശാൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രീമിയം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റൈഡർ ബെനിഫിറ്റ്സ് നമ്മൾ എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പ്രീമിയം നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് സർക്കാരിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമ്മുടെ പർപ്പസ് എന്താണോ അതവിടെ നടന്നിരിക്കും. പ്രീമിയം വേവർ ബെനിഫിറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പോളിസിയെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു റൈഡർ ബെനിഫിറ്റ്സ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻകം സ്റ്റാർട്ട് ഏജ് ഇവിടെ 18ാമത്തെ വർഷം തൊട്ടാണ് 5 ലക്ഷം വെച്ച് കിട്ടുന്നത്. ഇനി 5 അല്ല 10 ലക്ഷം വേണമെന്ന് പറയുകയാണെങ്കിൽ പോളിസി എടുക്കാൻ നേരത്ത് 50 ലക്ഷത്തിന് പകരം 1 കോടി എടുത്താൽ മതി. അതനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരുമെന്ന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 5 ലക്ഷം മുതൽ അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് അതനുസരിച്ചുള്ള ഇൻകം സോഴ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻകം സോഴ്സ് കാണിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത്, ആരോഗ്യം നമ്മുടെ ഓക്കെ ആയിരിക്കണം. ഇത് രണ്ടും കൂടി ഉള്ളപ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിൻ്റെ ഒരു വിഷയമല്ല, അവർക്ക് ക്യാഷ് ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് എത്രയും നേരത്തെ എടുക്കാനായി പറയുന്നുള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കരുത്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നടക്കാൻ പറ്റാതാകും. ഓക്കെ, നമുക്ക് കോസ്റ്റ് ഓഫ് ഡിലേ. ഇപ്പം പല പേരൻസും പല കാരണങ്ങൾ കൊണ്ടും എടുക്കാൻ പറ്റാതെ വരുന്നു. അടുത്ത വർഷം നീട്ടി പോകാറുണ്ട്. അങ്ങനെ നീണ്ടു പോകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഓരോ വർഷം കുറയും തോറും പ്രീമിയത്തിൽ കൂടുതൽ വരാറുണ്ട്. ലാസ്റ്റ് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രീമിയമായിട്ട് മാറും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഒന്ന് അലേർട്ട് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ കോസ്റ്റ് ഓഫ് ഡിലേ എന്ന ഞാൻ ഒരു ചാർട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 50 ലക്ഷത്തിൻ്റെ പ്ലാൻ 0 പൈസയുള്ള കുട്ടി എടുക്കുമ്പോൾ പ്രീമിയം കൊടുക്കുന്ന അച്ഛൻ്റെ വയസ്സ് 30 ആണ്. 16 വർഷത്തെ ടൈമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനിവിടെ 2 വർഷത്തെ വെയിറ്റിംഗ് ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്. 18ാമത്തെ വർഷം തൊട്ട് കുട്ടിക്ക് ക്യാഷ് കിട്ടി തുടങ്ങുന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് 3,04,677 രൂപ ആണ്. 2ാമത്തെ വർഷം തൊട്ട് ലാസ്റ്റ് വരെ 2,98,117 രൂപയാണ് ഇവിടെ പ്രീമിയം കൊടുക്കേണ്ടത്. മൊത്തത്തിൽ പ്രീമിയം നോക്കുമ്പോഴത്തേക്ക് 47,76,432 രൂപ ടോട്ടൽ പ്രീമിയം ആകുന്നു. ഇനി നോക്കുക, 0 വയസ്സിൽ എടുത്തില്ല, 1ാമത്തെ വയസ്സിൽ എടുക്കാൻ പറ്റില്ല, 2ാമത്തെ വയസ്സിൽ എടുക്കാൻ പറ്റില്ല, 3, 4, 5, 6, 7 അങ്ങനെ കഴിഞ്ഞ് പോയി. ലാസ്റ്റ് വിചാരിക്കുകയാണ് ഇനി 8 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 18ാമത്തെ വർഷം തൊട്ട് ക്യാഷ് കിട്ടത്തില്ല, ബുദ്ധിമുട്ടായിട്ട് വരും, എങ്ങനെയെങ്കിലും എടുത്തേ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ എടുത്തപ്പോൾ ആ വ്യക്തി പേരൻസ് 38 വയസ്സായെന്ന് കൂട്ടിക്കും. 5 വർഷത്തെ ടൈമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ 0 വയസ്സുള്ള കുട്ടി എടുത്തപ്പോൾ 3,04,677 പ്രീമിയം കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ 11,36,895 രൂപ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരുവാണ്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്രയും നേരത്തെ എടുക്കാമോ അത്രയും നല്ലതായിരിക്കും. തന്നെയുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമായിട്ട് വരും. ഇനി താഴോട്ടുള്ള ചാർട്ടുകൾ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. 8ാമത്തെ വയസ്സ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പേരൻസിൻ്റെ ഏജ് 37 വെച്ചിരിക്കുന്നത്. പിന്നെ പ്രീമിയം പേയിങ് ടൈം 6, 7, 8. അതുപോലെ തന്നെ ഡിഫർമെൻറ്റ് പീരീഡ് 4, 3, 2. ഇതിൻ്റെ പ്രീമിയത്തിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക. സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി സാധാരണ
ഈ ഇത്രയും നേരത്തെ പ്രസൻറ്റേഷൻ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഈ 5 ലക്ഷം കൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചിലവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും? ഇതിനകത്ത് നമ്മൾ 2ാമത്തെ വർഷം തൊട്ട് ലോൺ ഫെസിലിറ്റി ഉള്ളതാണ്. 2ാമത്തെ വർഷം തൊട്ട് ഡിഫർമെൻറ്റ് പീരീഡ് എന്ന് പറയുകയാണ്. അന്ന് വരെ ലോൺ എമൗണ്ടിൽ വ്യത്യാസപ്പെട്ടിരിക്കും. എന്ന് കഴിഞ്ഞാൽ ഒരു ഇൻക്രീസിങ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും ലോൺ എമൗണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ലോൺ എമൗണ്ട് കിട്ടുന്നത് 18ാമത്തെ പോളിസി ഇയറിലാണ്. അതായത് 47,93,310 രൂപയാണ് നമുക്ക് ആ വർഷം ലോൺ കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണയായിട്ട് ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് 18-19ാമത്തെ വർഷം തൊട്ടൊക്കെയാണ്. ഇന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, എന്തെങ്കിലും പൈസ എക്സ്ട്രാ ആവശ്യം വരുവാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ലോൺ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. കാരണം അടുത്ത വർഷം തൊട്ട് നമുക്ക് 5 ലക്ഷം രൂപ എവറി ഇയർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊരു വിഷയമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്ക് ഡോക്യുമെൻറ്റ്സോ ആധാരങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ ബാങ്കിൽ പോയി നോക്കിയാൽ നമ്മൾ ഒരു 3-4 മാസമായാലും ചിലപ്പോൾ കിട്ടത്തില്ല. ചിലപ്പോൾ ലോൺ കിട്ടാതെ ഹയർ എഡ്യൂക്കേഷൻ മുടങ്ങിപ്പോകാറുണ്ട്. തന്നെയല്ല 10-11% പലിശ ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനും ഒക്കെ മറികടക്കുന്നതിന് വേണ്ടി ഇത്തരം പ്ലാനുകൾ നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പേരിൽ ഇത്തരം പ്ലാൻ എടുക്കുമ്പോൾ എപ്പോഴും നല്ലതായിരിക്കും. തന്നെയല്ല, ഇതിനകത്ത് 50 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജും ഉണ്ട്. ഫസ്റ്റ് പ്രീമിയം കൊടുക്കുമ്പോൾ തന്നെ ഈ 50 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് തുടങ്ങുവാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് 1000 രൂപയ്ക്ക് 40 രൂപ വെച്ച് ഗ്യാരണ്ടീഡ് അഡീഷൻസ് നമുക്ക് ആഡായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും പ്രീമിയം പേയിങ് ടൈമിൽ. മറ്റ് പ്ലാനുകളിൽ ബോണസാണ് ആഡാകുന്നത്. ബോണസിന് ഇവരെ ഇയർ അങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് 40 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് എവരി ഇയർ ഇതിനകത്ത് 2 ലക്ഷം രൂപ വെച്ച് ബോണസ് ആഡായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ 16 × 2 ലക്ഷം എത്രയും വരുന്നു? 32 ലക്ഷം അത്രയും ആഡാകുന്നതായിരിക്കും. അപ്പോൾ 1,32,200 ലക്ഷമായിരിക്കും ഇതിൻ്റെ ഇൻഷുറൻസ് കവറേജ് പ്രീമിയം കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞാൽ മതി. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയം പേയിങ് ടൈമിന് ശേഷം 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്ക് എടുത്തിരിക്കുന്ന സം അഷ്വറിൻ്റെ 10% വെച്ച് എവറി ഇയർ നമുക്ക് കിട്ടില്ല. 5 ലക്ഷം രൂപ വെച്ച് നമുക്ക് എവറി ഇയർ കിട്ടുന്നതായിരിക്കും. ആ ഒരു പീരീഡിൽ നമുക്ക് 26,25,000 രൂപ ലോൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം എല്ലാ രീതിയിലും 2ാമത്തെ വർഷം തൊട്ട് എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്ന് വരെ ലോൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രീമിയം പേയിങ് ടൈമിന് ശേഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് 10% വെച്ച് നമുക്ക് സർവൈവൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ രീതിയിലും കുട്ടികളുടെ പേരിലെടുത്താൽ ഹയർ എഡ്യൂക്കേഷൻ നടക്കുന്ന നല്ലതായിട്ട് പോകുന്നതായിരിക്കും. ഇനി വലിയ മുതിർന്ന വ്യക്തികളുടെ പേരിൽ എടുത്താൽ അവരുടെ റിട്ടയർമെൻറ്റ് സൊല്യൂഷൻ നല്ല ഒരു ലൈഫായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു പ്ലാനാണിത്. ഒരു മൾട്ടിപർപ്പസ് പ്ലാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. പെൺകുട്ടികളുടെ പേരിലെടുത്ത് അവർക്കും കൊടുത്തു വിടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ്. ഇനിയും ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം പലർക്കും പല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം. അത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്കും പല കാര്യങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് പല ട്രെയിനിങ്ങിലും പോയിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻസിലിടുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ലാസ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ഇട്ടാൽ മതി. എല്ലാവിധ നിങ്ങളുടെ സംശയങ്ങളും ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു. ഓണം വരാൻ പോകുന്നു. 7-ാം തീയതി ഓണമാണ്. ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ വീട്ടിലെല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു.